16-കാരിയെ പീഡിപ്പിച്ച കേസിൽ മുൻ പോലീസ് ഉദ്യോഗസ്ഥനും ഇൻഫ്ലുവൻസറുമായ ഫിലിപ്പ് മമ്പാടിന്റെ റിമാൻഡ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ 24-ന്. ഫിലിപ്പ് മമ്പാട് ഹോട്ടലിൽ റൂം എടുത്തത് പോലീസ് ID കാർഡ് ഉപയോഗിച്ചാണ്. മോട്ടിവേഷൻ പ്രോഗ്രാമിന് കൊണ്ടുപോകുന്നുവെന്ന് പെൺകുട്ടിയെ ധരിപ്പിച്ചു. അതിജീവിതയുടെ വീട്ടിൽ പോയി ഫിലിപ്പ് ഒത്തുതീർപ്പിന് ശ്രമിച്ചിരുന്നുവെന്നും റിപ്പോർട്ടിൽ. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഗോകുൽ, എന്തൊക്കെ വിവരങ്ങളാണ് റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്? ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. കാരണം ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന വ്യക്തി VRS എടുത്താണ്. പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് VRS എടുത്ത് മോട്ടിവേഷൻ സ്പീക്കിംഗുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടി പോയതാണ്. അദ്ദേഹം ഹോട്ടലിൽ റൂം എടുത്തത് പോലീസ് ID കാർഡ് കാണിച്ചിട്ടാണ് എന്നൊരു കണ്ടെത്തൽ അതിലുണ്ട്. അതോടൊപ്പം തന്നെ അതിജീവിതയുടെ വീട്ടിൽ പോയിട്ട് പ്രശ്നം ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങൾ നേരത്തെ നടത്തിയതായിട്ടും പറയുന്നു. ലൈംഗികമായി ഉപയോഗിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി കരുതിക്കൂട്ടി കുട്ടിയെ കാഞ്ഞങ്ങാട് കൊണ്ടുപോയി പീഡിപ്പിക്കുകയാണ് എന്നാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. മോട്ടിവേഷൻ പ്രോഗ്രാമിന് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് കുട്ടിയെ കൊണ്ടുപോയത്. നേരത്തെ കുട്ടിയെ ഇവരുടെ കൗൺസിലിംഗിന്റെ ഭാഗമായിട്ട് ഇയാളുടെ സംരക്ഷണയിൽ കഴിയാൻ വേണ്ടി കുട്ടിയുടെ രക്ഷിതാക്കൾ വിട്ടുകൊടുത്തതാണ്. അവിടെ നിന്നാണ് ഈ ഘട്ടത്തിലാണ് ഈ സാഹചര്യത്തെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇദ്ദേഹം പെൺകുട്ടിയെ പീഡിപ്പിച്ചത് എന്ന് പറയുന്നു. സമൂഹത്തിൽ സ്വാധീനമുള്ള വ്യക്തി എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തിന് ജാമ്യം നൽകരുത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ട്. ഇത്തരക്കാർക്ക് ജാമ്യം നൽകിയാൽ അത് നിയമവ്യവസ്ഥയെ സമൂഹത്തെ സംശയത്തോടെ കാണുന്നതിന് ഇടയാക്കുമെന്നും ജാമ്യം നൽകരുത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. അമൃത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.